അങ്ങനെ 3 മാസത്തെ സമ്മർ വെക്കേഷന് ശേഷം ഇന്ന് സ്കൂൾ തുറക്കാണ്. വെക്കേഷൻ ആകുമ്പോൾ അറിയാലോ, നമ്മൾ ലേറ്റായിട്ട് എണീറ്റാൽ മതി, എല്ലാ കാര്യങ്ങളും ഒന്ന് സ്ലോ ആവും. അല്ലു മാത്രമല്ല, നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കുന്നതൊക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് അത് പറ്റത്തില്ല. ഇനി രാവിലെ അല്ലുവിന് എണീക്കണം. കുറച്ച് പാടാണ് രാവിലെ ആളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെയല്ല, കുറച്ച് രാവിലെ നമുക്ക് പോകണം. ഒരു 7:20 ഒക്കെ ആകുമ്പോഴത്തേനും സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഒന്ന് രാവിലെ ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ആൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. രാവിലെ എഴുന്നേറ്റ് വരുന്ന ആ സമയത്തേക്ക് കുറച്ച് വഴുക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആൾ ബ്രഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതൊന്ന് ഓക്കെ ആവും. അതുവരെ കുറച്ച് വഴുക്കും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ അവന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറച്ച് ഈസി ആയിട്ട് അവന് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിക്കുക. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും അല്ലു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അല്ലു ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ യൂണിഫോമൊക്കെ ഒന്ന് ഇടിയിച്ച് അവനെ റെഡി ആക്കുന്നുണ്ട്. അങ്ങനെ യൂണിഫോമും ID കാർഡും ബാഗും ഒക്കെ ഇട്ട് പോകാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോകാനായിട്ട് അങ്ങനെ മടിയൊന്നുമില്ല, പെട്ടെന്ന് റെഡി ആവുകയൊക്കെ ചെയ്യും. ഭയങ്കര ഇൻട്രസ്റ്റൊക്കെയാണ് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ല ഒന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് അവന് കൊടുത്തു വിടാനായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കാം. സ്നാക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെല്ലുന്നതുകൊണ്ട് ലഞ്ച് കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. ലഞ്ചിന് മുന്നേ, ആ ടൈമിന് മുന്നേ അവർ വീട്ടിലെത്തും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് കഴിക്കാനൊരു 11 മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് സ്നാക്സിൻ്റെ ടൈമുണ്ട്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഫുഡ് നമുക്ക് കൊടുത്തു വിടാം. എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് കൊടുത്തു വിടാം. അപ്പോൾ അല്ലു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അല്ലുവിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുത്തു വിടാമെന്ന് വെച്ചു. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമായതുകൊണ്ട് എനിക്കും കൂടെ പോകണമെന്നുണ്ട് ആളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും കൂടെ അല്ലുവിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ വന്നിട്ട് പോകാനുള്ള സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അല്ലു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ. ഫ്രണ്ട്സിനെയൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും കുട്ടികൾക്ക്, ഒരു ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സും ബാക്കി സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ അവരോട് ഇടപെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഒരു പേടിയോ അല്ലെങ്കിൽ പോകണ്ട എന്നൊരു മൈൻഡോ അങ്ങനെയൊന്നുമില്ല. ആളോ ഓക്കെയാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അല്ലുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഏട്ടൻ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നേരെ ഓഫീസിലോട്ട് പോയി. അപ്പോൾ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കുറച്ച് സമയത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. ഭയങ്കര ബോറിംഗ് ആണ് ആ സമയത്തെന്ന് പറഞ്ഞാൽ. വീട് ഭയങ്കര സൈലൻ്റായിട്ട്, അല്ലു ഇല്ലാതെ റൂം ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ ആ സമയം കൊണ്ടിട്ട് എന്താണ് ചെയ്യാനുള്ള പണികൾ എന്തൊക്കെയാണോ അതിൽ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഞാൻ അതൊക്കെ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വീട്ടിലെ ക്ലീനിങ്ങും ബാക്കി കുക്കിംഗ് പരിപാടികളും അങ്ങനെ കുറച്ച് ബാക്കി ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കുവാണ് പെട്ടെന്ന്. അപ്പോഴത്തേക്ക് അല്ലു ഇങ്ങ് വരും. പിന്നെ എനിക്ക് പോകാനുള്ള സമയമാവും. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചെടികളൊന്നുമില്ല. കാരണം നമ്മൾ വെക്കേഷന് നാട്ടിലൊക്കെ പോകുന്ന ടൈമിൽ 1 മന്തൊക്കെ നമ്മൾ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ചെടിക്ക് വെള്ളമൊന്നും കിട്ടാതെ അതൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മണി പ്ലാന്റും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. കുറച്ചധികം വെള്ളം നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നിടം വരെ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരുന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അല്ലുവിൻ്റെ ഡയപ്പർ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ കട്ടിലേ വിരിച്ചിട്ടാണ് അല്ലുവിനെ കിടത്താറ്. ഇൻ കേസ് അറിയാതെ യൂറിൻ പോയാലും ബെഡിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ വാഷ് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം. അത് ഭയങ്കര യൂസ്ഫുള്ളാണിത്. ഡയപ്പറൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് 2 വീക്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവും. അവരും കുഞ്ഞുങ്ങളായാലും അവർ പിന്നെ പറയാനൊക്കെ തുടങ്ങും. വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ അവർ തന്നെത്താനെ രാത്രിയാണെങ്കിലും പറയും. പിന്നെ രാത്രിയിൽ ഒരുപാട് വെള്ളം കൊടുത്ത് ഉറക്കാതിരിക്കാൻ നോക്കുക. രാത്രി ആ കിടക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൊടുക്കരുത്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് കുക്കിങ്ങാണ്. കുക്കിങ്ങോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആവും. അല്ലുവിന് ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഏട്ടൻ രാവിലെ പോകുമ്പോൾ ലഞ്ചൊക്കെ ആയിട്ടാണ് പോകാറ്. അപ്പോൾ രാവിലെ തന്നെ ഫുഡെല്ലാം കൊടുത്തു വിടും. സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ അല്ലുവിനെ തിരിച്ച് വിളിച്ച് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരും. ആ സമയത്തേക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു വിട്ടാൽ മതി. അല്ലുവിനും ലഞ്ച് ഡേ കെയറിലേക്ക് കൊടുത്തു വിടുകയാണ് ചെയ്യാറ്. കാരണം അല്ലു വരുമ്പോഴത്തേനും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമാകും. അപ്പോൾ അല്ലു വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ പെട്ടെന്ന് പോവുകയാണ് പതിവ്. അല്ലുവിനെ വീട്ടിലിരുത്തി ഉച്ചയ്ക്കത്തെ ലഞ്ച് കൊടുക്കാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. പിന്നെ അല്ലു ഒരുപാട് സമയം എടുക്കുക. അല്ലുവിനൊരു 1 ഹവറെങ്കിലും വേണം ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര സമയം ഇല്ലാത്തതുകൊണ്ട് ലഞ്ച് അവിടെ ആൻറ്റിയെ ഏൽപ്പിച്ചിട്ടാണ് പോവാറ്. പിന്നെ ഡേ കെയറിലാണെങ്കിൽ ആൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. വീട്ടിലാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡ്രാമയൊക്കെ കാണിച്ചിരിക്കും. അവിടെ ആണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് ഫുഡൊക്കെ കഴിക്കും ആൾ.
അങ്ങനെ കിച്ചണിലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം നമ്മൾ വീട്ടിലൊക്കെ വിളിക്കും, 2 വീട്ടിലും വിളിച്ച് ഒന്ന് സംസാരിച്ച് എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ നാളത്തേക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എല്ലാം കഴുകി റെഡിയാക്കി വെക്കും. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, വേറെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. അതുകൊണ്ട് രാവിലെ കത്തിക്കാനുള്ള വിളക്കൊക്കെ തലേന്ന് തന്നെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കും. അങ്ങനെ 2 പേരും വരാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഫുഡെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിച്ചിട്ടിരിക്കും. കാരണം അല്ലു വന്ന ഉടനെ തന്നെ ഞാൻ കൊണ്ടുവിടുവാണെങ്കിൽ അല്ലുവിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുകയെങ്കിൽ കുറച്ച് ടൈം ഉള്ളപ്പോൾ അവന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഒന്ന് കളിച്ചിട്ടൊക്കെ പതുക്കെ കൊണ്ടുവിടുകയെങ്കിൽ ആൾക്ക് കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. പിന്നെ കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ടി വി കാണോ, ഫോണിൽ കളിക്കോ, പിന്നെ ബുക്സ് എന്തെങ്കിലും കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് വായിക്കോ, അങ്ങനെ കുറച്ച് സമയം പോകും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് ഇരുന്ന് വായിക്കാമെന്ന് വെച്ചു. ഫ്രീ ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ബുക്കുകളൊക്കെ വായിക്കാറുണ്ട്. അപ്പോഴേക്കും പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ച് റെഡി ആയിട്ടിരിക്കാം, അവർ വരാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് 2 പേരും എത്തിയിട്ടുണ്ട്. ഏട്ടൻ ഓഫീസിൽ നിന്ന് അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ലഞ്ചൊക്കെ എടുത്തിട്ട് ആൾ പെട്ടെന്ന് തിരിച്ചങ്ങ് പോകും. അപ്പോൾ ഇന്ന് വന്നപ്പോൾ കുറച്ച് ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡേറ്റ്സിൻ്റെ സീസണാണല്ലോ. ഫ്രണ്ട്സ് ആരോ കൊടുത്തിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ വാഷ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ വാഷ് ചെയ്തിട്ട് കഴിച്ച് നോക്കി, നല്ല മധുരം ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇത് വാഷ് ചെയ്യുക, കഴിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഈർപ്പം തട്ടിയിട്ട് ചിലപ്പോൾ പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ ഇരുന്ന് നല്ലോണം പഴുക്കും, നല്ല ബ്രൗൺ കളറായിട്ട് പഴുക്കും കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അല്ലുവിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അല്ലുവിനെ റെഡി ആക്കണം ഇനി ഡേ കെയറിലോട്ട് കൊണ്ടുപോകാൻ. നേരത്തെയൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ആൾ തന്നെയായിരുന്നു യൂണിഫോമൊക്കെ മാറുന്നതും സോക്സൊക്കെ ഇടുന്നതൊക്കെ. ഇപ്പോൾ ആ ഫ്ലോ ഒക്കെ പോയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് വരണം. അങ്ങനെ അല്ലുവിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് റെഡി ആക്കിയിട്ട് ഞാനും പോയിട്ട് യൂണിഫോം എല്ലാം ഇട്ടൊന്ന് റെഡി ആവട്ടെ, പോകാനുള്ള സമയമായിട്ടുണ്ട്. കുറച്ച് നേരം അല്ലു ഇരുന്ന് കളിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അല്ലുവിനെ വിട്ടിട്ട് ഞാനിനി ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, ഈ സമ്മർ ഒന്ന് കഴിഞ്ഞാൽ മതിയെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.